നമസ്കാരം. വില്ലേജ് ന്യൂസ് TV പ്രധാന വാർത്തകൾ. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യെ അറസ്റ്റ് ചെയ്യരുതെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. പ്രോസിക്യൂഷൻ എതിർപ്പ് കോടതി തള്ളിക്കളഞ്ഞു. വിശദമായ വാദം കേൾക്കണമെന്നും ഈ മാസം 15-ാം തീയതി വരെ അറസ്റ്റ് പാടില്ല എന്നും കോടതി പറഞ്ഞു. ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധമെന്ന പ്രതിയുടെ വാദം കോടതി പരിഗണിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാന ലാപ്പിലെത്തുമ്പോൾ പരസ്പരം ചെളിവാരിയെറിയലും അഴിമതി കഥകളും നിറയുന്നു. കോർപ്പറേഷനിലെ നാറുന്ന അഴിമതി കഥകളും കൈക്കൂലിയും സ്വജനപക്ഷപാതവും നിയമനങ്ങളുമൊക്കെ തിരുവനന്തപുരത്ത് വലിച്ച് പുറത്തിടുകയാണ് പ്രതിപക്ഷ BJP മുന്നണികൾ. രാജ്യത്ത് ഇലക്ട്രിക് ചാർജിംഗ് കേന്ദ്രങ്ങൾ വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി കേരളത്തിൽ പുതുതായി 340 സ്പോട്ടുകൾ KSEB കണ്ടെത്തി. സംസ്ഥാനത്ത് KSEB ആണ് നോഡൽ ഏജൻസി. തിരുവനന്തപുരം കരകുളത്ത് കലുങ്ക് നിർമ്മാണത്തിനെടുത്ത കുഴിയിൽ വീണ് സ്കൂട്ടർ യാത്രക്കാരൻ ആകാശ് മുരളി മരിച്ചു. 30 വയസ്സായിരുന്നു. പുലർച്ചെ 1:30-ക്കായിരുന്നു സംഭവം. സൈബർ തട്ടിപ്പിലൂടെ തിരുവനന്തപുരം സ്വദേശിയായ ഡോക്ടറിൽ നിന്ന് 1,10,00,000 രൂപ തട്ടിയ പർമാർ പ്രതീകിനെ സൈബർ ക്രൈം പോലീസ് അഹമ്മദാബാദിൽ നിന്ന് പിടികൂടി. മുഖ്യമന്ത്രിയോട് സംസാരിക്കാനുള്ള CM വിത്ത് മീയിലേക്ക് വിളിച്ച് അശ്ലീലം പറഞ്ഞ ആലപ്പുഴയിലെ അർജുൻ G. കുമാറിനെ അറസ്റ്റ് ചെയ്തു. വിളിച്ച ശേഷം സ്ത്രീ ജീവനക്കാരോട് അസഭ്യം പറയുകയായിരുന്നു. ഗൂഗിൾ മാപ്പ് പിന്തുടർന്നെത്തുന്ന വലിയ വാഹനങ്ങൾ പത്മനാഭസ്വാമി ക്ഷേത്ര പരിസരത്തും ഇട റോഡുകളിലും കുരുങ്ങുന്നു. കാറുകൾ പോലും കടന്നു പോകാൻ പ്രയാസപ്പെടുന്ന റോഡുകളിലാണ് വലിയ വാഹനങ്ങൾ എത്തി കുരുങ്ങുന്നത്. കുട്ടികൾ നല്ല നിലയിലെത്തണ്ടേ? പഠനത്തിലും ജീവിതത്തിലും അവരെ മുന്നിലെത്തിക്കുവാൻ ഏർലി ബ്രെയിൻ മാപ്പിംഗ് ആൻഡ് അക്കാഡമിക് കൗൺസിലിംഗിന് അവരെ വിധേയരാക്കൂ. ജീവിതത്തിൽ അവർക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ സൽപ്രവൃത്തി ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ സർവീസ് ഗ്ലോബൽ ഗേറ്റ്വേ ഇൻസ്റ്റിറ്റ്യൂട്ട് ഏർലി ബ്രെയിൻ മാപ്പിംഗ് ആൻഡ് അക്കാഡമിക് കൗൺസിലിംഗ്. ഇപ്പോൾ വിളിക്കുക 81-215-16829. മറ്റൊരു നമ്പർ 9074746363. കൊച്ചിയിൽ റൺവേ മറച്ച കനത്ത മൂടൽമഞ്ഞ് കാരണം ദോഹയിൽ നിന്ന് വന്ന വിമാനം തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്തു. രാത്രി വൈകിയും പുലർച്ചെയുമാണ് പൈലറ്റിന് കാഴ്ച നഷ്ടമാക്കുന്ന മൂടൽമഞ്ഞ് പരക്കുന്നത്. കൊച്ചുവേളിയിൽ റെയിൽവേ ലിഫ്റ്റിൽ അരമണിക്കൂർ കുരുങ്ങിക്കിടന്ന ബാലരാമപുരം സ്വദേശി ശ്രീരാജനെ അഗ്നിരക്ഷാ സേനയെത്തി രക്ഷിച്ചു. ഇന്നലെയായിരുന്നു സംഭവം. തിരുവനന്തപുരത്ത് ആറ്റിങ്ങലിൽ 5 ദിവസത്തെ കലാമാമാങ്കത്തിന് തിരശീല വീണപ്പോൾ ജില്ലാ സ്കൂൾ യുവജനോത്സവത്തിൽ 940 പോയിന്റോടെ സൗത്ത് ഉപജില്ല കിരീടം സ്വന്തമാക്കി. നന്ദിയോട് SKVHS ആണ് മികച്ച സ്കൂൾ. റീജിയണൽ ക്യാൻസർ സെന്ററിൽ അഡ്വാൻസ്ഡ് ട്രെയിനിംഗ് പ്രോഗ്രാമുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു. പ്രതിമാസ സ്റ്റൈപ്പൻഡോടെയാണ് പരിശീലനം. RCC സൈറ്റിൽ നിന്നും ശനിയാഴ്ച പുറത്തിറങ്ങിയ മാതൃഭൂമി ദിനപത്രത്തിലെ അറിയിപ്പ് പേജിൽ നിന്നും വിശദവിവരങ്ങൾ അറിയാം. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുതിന് രാഷ്ട്രപതി ഒരുക്കിയ അത്താഴ വിരുന്നിലേക്ക് ശശി തരൂർ MP-ക്ക് ക്ഷണം കിട്ടിയപ്പോൾ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെയും സീനിയർ നേതാവ് മല്ലികാർജുൻ ഖാർഗെയെയും തഴഞ്ഞു. പ്രധാന വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശകലനങ്ങളുമായി വീണ്ടും കാണാം. നമസ്കാരം.